ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും. ഇനി എത്ര നരച്ച മുടിയാണേലും കട്ടക്കറുപ്പാക്കാൻ ഇതുകൊണ്ടൊന്ന് തൊട്ടാൽ മാത്രം മതി. വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു ടിപ്പാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിയുടെ മുടിയിലെ നരച്ച മുടി കണ്ടില്ലേ? പലരും പറയും കുട്ടികൾക്കൊന്നും ഇപ്പോൾ മുടി നരയ്ക്കത്തൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ ഇത് കണ്ടില്ലേ, മുടി നരയ്ക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ കുട്ടിയുടെ മുടി ആദ്യമേ ഞാൻ ചെയ്യുന്ന അടിപൊളി ടിപ്പാണ് ഈ ഒരു ടിപ്പ്. ഇതൊന്ന് തൊട്ടാൽ നമ്മുടെ മുടി, ആ കുട്ടിയുടെ മുടിയാണെങ്കിൽ നമ്മുടെ മുടിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറുത്ത് വരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണ്ടു. നമ്മളിപ്പോൾ എല്ലാവരുടെ വീടുകളിൽ കാണും ബ്രൂവിൻ്റെ പൊടിയല്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുക്കുന്നത്. അത് 1 ടീസ്പൂൺ അതിൻ്റെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സൂത്രം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 5 രൂപയുടെ ഒരു പാക്കറ്റ് എടുത്തതെന്ന് അതിൽ നിന്ന് 1 ടീസ്പൂൺ മാത്രമാണ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളവുമാണ് ഇതിലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുടി കട്ട കറുപ്പാകാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡർ. അതെല്ലാവർക്കും അറിയാമായിരിക്കും. മുടിക്ക് ഏറ്റവും നല്ലതാണ് കോഫി പൗഡർ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ, നമ്മുടെ കരിങ്ങാലി. നമ്മളിത് വെള്ളം വെന്ത് കുടിക്കാനൊക്കെ എടുക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. വെള്ളം വെന്ത് കുടിക്കുന്നതാണ് ഈ ഒരു കരിങ്ങാലി കൊണ്ട്. പക്ഷെ നമ്മുടെ മുടിക്ക് വളരെ നല്ലൊരു ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ കരിങ്ങാലി. മുടിക്ക് വളരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നരച്ച മുടിനെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുപോകാൻ ഇതിൻ്റെ ഒരു കളർ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി നല്ലപോലെ വളരാനും അതുപോലെ തന്നെ താരം പോകാനും ഒക്കെ വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിലും അലർജിയൊക്കെ മാറാൻ നല്ലതാണ്. മുടിയും കൊഴിയത്തില്ല, അലർജി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് 2 കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത് 1/2 ഗ്ലാസ് ആക്കി എടുക്കുന്ന രീതിയിൽ നിങ്ങളിതും തിളപ്പിച്ചെടുക്കേണ്ടതാണ്. ഇതാദ്യമേ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കാര്യം നമ്മുടെ കോഫി വാട്ടർ ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് തൂവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിടുക. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പിലാണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കുറുക്കി അതെടുക്കണേ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പ് എന്ന് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ ഒരു വെള്ളം കണ്ടു, ഈ മാജിക് വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൂവിൻ്റെ കോഫി കണ്ടോ, ആ ഒരു കോഫിയുടെ കളറിൽ നല്ല രീതിയിൽ നല്ലൊരു കളർ വന്നിട്ട് കണ്ടോ, ഒരു റെഡ് കളർന്നൊരു മെറൂൺ കണ്ടോ, ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലായിട്ട് ഈ വെള്ളം വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു വെള്ളം നമുക്ക് മിക്സ് ചെയ്യേണ്ട സാധനങ്ങളുടെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇരുമ്പ് ചട്ടി എടുക്കുന്നുണ്ട്. ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് നമ്മുടെ മൈലാഞ്ചി ഇല അരച്ചെടുത്താണ്. ഇത് നാച്ചുറലായിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതിങ്ങനത്തെ ഇല ഉണ്ടെങ്കിൽ അത് അരച്ചെടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ പൊടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് ഇതിവിടെ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ വെള്ളം കൂടെ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു കുഴമ്പ് രൂപത്തിലാക്കണം. അതായത് ഒരുപാട് വെള്ളമൊന്നും ആക്കാതെ, ലൂസാകാതെ, ഒരുപാട് കട്ടിയാകാത്ത രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരുപാട് നേരം ഇതിൻ്റെ ആ ഒരു കളർ ബ്ലാക്ക് കളറായിട്ട് വരേണ്ട കാര്യമില്ല. ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ചൊന്നും വെക്കുന്നില്ല, ഒരു 5 മിനിറ്റ് മാത്രമേ ഇങ്ങനെ വെക്കുന്നുള്ളൂ. അതിനുശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. നരച്ച മുടി എവിടെയാണോ അവിടെ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. 1 ടീസ്പൂൺ കോഫി പൗഡർ പൊടിയായിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോഫി പൗഡറിൻ്റെ വാട്ടർ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ തേയിലപ്പൊടി ഉണ്ടെങ്കിൽ അത് വാട്ടറാക്കി എടുത്താൽ മതി. ഇതിൻ്റെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ ആക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കോഫി വാട്ടർ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേയിലയുടെ വാട്ടർ ആണെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മാസങ്ങളിലാണ് ചള്ളായി പോകത്തില്ല, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെളിയിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ കുട്ടിയുടെ മുടിയിൽ നല്ല രീതിയിൽ നല്ലപോലെ നര വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ക്യാമറയിൽ കാണാൻ പറ്റുമായിരിക്കും. കണ്ടില്ലേ, ഒരു മുടിയൊക്കെ എടുത്ത് കാണാൻ നല്ല കട്ടിയുള്ളൊരു മുടിയാണ്. പക്ഷേ ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടിയത് കേട്ടോ. അപ്പം നൈസായിട്ടുള്ള സ്പോഞ്ച് പോലത്തെ മുടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കളർ നമുക്ക് നമ്മുടെ നരച്ച മുടിയിൽ പിടിക്കുന്നതായിരിക്കും. അതൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക്
മുടിയിലേക്ക് നമ്മുടെ നരച്ച മുടി വരുന്നതായിരിക്കും. അതുപോലെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആകാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുട്ടിയുടെ മുടി നരച്ച ഒരു മുകൾ ഭാഗം തന്നെയാണ് കുറേ നരച്ച മുടി ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ നരച്ച മുടിയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്തോടെ കുറച്ചായിട്ട് ഒരുപാട് നമ്മുടെ തലയോട്ടിയിലോട്ടൊക്കെ നമുക്ക് പറ്റണമെങ്കിൽ ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മുടെ മുടിയിൽ മാത്രമാണ്, നരച്ച മുടിയുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, നരച്ച മുടിയുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരുപാട് മുടി ആ സൈഡിൽ നിന്ന് നരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നരച്ച മുടിയുള്ള ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അല്ല, തല മുഴുവനും നിങ്ങൾ ഈ ഒരു മൈലാഞ്ചി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് തണുപ്പ് ഇറങ്ങിയിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിനകത്ത് പനിക്കൂർക്കലയും കൂടെ, ആ ഒരു വെള്ളത്തിലേക്ക് പനിക്കൂർക്കലയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്താൽ വളരെ നല്ലതായിരിക്കും. മുടിക്കും നല്ലതാണ്, മുടി കറുക്കാനും പനിക്കൂർക്കല നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെ, ഞാൻ എൻ്റെ കുട്ടിയുടെ മുടിയിലേക്ക് തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട്, നിങ്ങൾക്ക് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ബ്രഷ് വെച്ച് ഉപയോഗിച്ചാലും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നിങ്ങൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുടിയുടെ മുകൾ ഭാഗത്ത് മാത്രമാണ്, നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രമാണ് ഞാൻ ജസ്റ്റ് തൂത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കുട്ടിയെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുടി കുളിക്കാൻ നേരത്താണ് തലമുടി ഒന്ന് കഴുകിയത്. നല്ലൊരു റിസൾട്ട് കിട്ടി, നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. മുടി ചുമക്കത്തില്ല. അപ്പോൾ അതിൻ്റെ മൈലാഞ്ചി ആയതുകൊണ്ട് എല്ലാവർക്കും സംശയമുണ്ട്, നല്ല ചുമന്ന് പോകുമോ, നരച്ച മുടി ചുമന്നിരിക്കുമെന്നില്ല. ചുമന്നിട്ടില്ലായിരുന്നു, പകരം അത് ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കാര്യം നമ്മളതിൽ കോഫി വാട്ടറും കോഫി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ആ മുടിയിലേക്ക് വന്നിട്ട് ഇരിക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ആ മുടിയിൽ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. കണ്ടിട്ട് ഞാനിത് പുരട്ടി കൊടുത്തിട്ട് കുട്ടി കുറച്ച് നിന്നിട്ട് മുടി നല്ലപോലെ ഒന്ന് കെട്ടി വെക്കണം, അരിച്ചിടരുത്, നല്ലപോലെ ഒന്ന് കെട്ടി വെക്കണം. ഇതുപോലെ ഇന്ന് മുടിയെല്ലാം ഒന്ന് കൂട്ടിപ്പിടിച്ച് എന്നിട്ട് ആ മുടി നരച്ച ഭാഗങ്ങളിൽ മാത്രമായിട്ട്, സ്കാൽപ്പിലോട്ടൊന്നും ഞാൻ തേക്കുന്നില്ല, മുടിയുടെ മുകൾ ഭാഗം മാത്രമുള്ളൂ ഈ നരച്ചിട്ടുള്ളൂ, അവിടെ മാത്രമാണ് ഞാൻ ഇപ്പം തേച്ച് കൊടുക്കുന്നത്. നമ്മുടെ ആ മുടിയൊക്കെ നല്ലപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഒന്ന് കെട്ടി വെച്ചാലും മതി കേട്ടോ. അന്നപ്പോഴത്തേക്കും തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല തലയിലിടുന്ന എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ക്യാപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് വെക്കാം. ദേഹത്ത് പറ്റുമെന്നൊന്നും വിചാരിപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ നിങ്ങൾ പഴയ ഡ്രസ്സ് ഇടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതേ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ഉണങ്ങി പോകരുത്, ഒത്തിരി വെള്ളത്തോടെ ആകരുത്, ഒരുപാട് ഉണങ്ങി ഡ്രൈ ആയി പോവുകയും ചെയ്യരുത്. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കുളിച്ചിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറോളം ഇത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മുടിക്ക് വന്ന ആ നരച്ച മുടിക്ക് വന്ന ഒരു മാറ്റം കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഇപ്പോൾ ആ ഒരു മുടിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് അത് വന്നിട്ടുണ്ട്, ചുമന്നും പോയിട്ടില്ല. ആ ഒരു ഡാർക്ക് കളറാണ്, കറുത്ത ഒരു കളറാണ് മുടിക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ മൈലാഞ്ചി ഇട്ടിട്ട് ചുമക്കുന്ന ഒരു കളറല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മുടി നരച്ചവൻ്റെ പപ്പയുടെ മുടി ഞാൻ കറുപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. ഇതേ രീതിയിൽ ഇതേ ഒരു മെത്തേഡിലൂടെയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മുടികൾക്ക് കളറൊക്കെ അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അധികം കളറൊന്നും അടിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.